ആസ് എ നീറ്റ് സ്കോറർ, ജെഇ സ്കോറർ, കുറേ ഉണ്ട്, ബോർഡ് എക്സാം സ്കോറർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും, എങ്ങനെയാണ് ഇതൊക്കെ കൂടെ ഒന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാ കുട്ടികളുടെയും പരാതി. ഹായ്, ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. നമ്മുടെ ഒരു മാർക്ക് എവിടെ പോയി? അതെ, വേണ്ടാന്ന് വെച്ചു. നമ്മുടെ റേസിന്റെ മുത്തായ ഇഷ ഫാത്തിമയാണിത്. നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിൽ 1200-ൽ 1199. നമ്മുടെ ആ ഒരു മാർക്ക് നമുക്ക് വേണ്ട, ഇത്ര മതി. യെസ്, ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ? ഓ, എന്തായാലും ഒരുപാട് നാളത്തെ ഒരു കഠിന പരിശ്രമം കൊണ്ടാണ് ഇത്രയും നല്ലൊരു മാർക്ക് മേടിച്ചത്. അപ്പൊ നല്ല മാർക്കാണ് നമുക്കറിയാം. പക്ഷെ എന്നാലും വരുന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, ഒരു മാർക്ക് കുറഞ്ഞു പോയി, അതില് വിഷമമുണ്ടോ? സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്തതിൽ നിന്നൊരു മാർക്ക് കുറയുമ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, റേസിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, എല്ലാവരും കാണിച്ച അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ടാണ് ആ ഒരു മാർക്കൊക്കെ വേണ്ട, നമുക്ക് അതിനേക്കാൾ വലുത് വരാനുണ്ട് എന്നൊരു തോന്നലും അത്രയധികം സന്തോഷം തോന്നിപ്പിച്ചത്. ഐ എം ആബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല മാർക്സ് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്? ഏത് രീതിയിലാണ്? റേസിൽ വെക്കേഷനിലെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്കൂളിൽ നിന്ന് ചാപ്റ്റർ കേൾക്കുന്നതിന് മുമ്പേ റേസിന് ഒരു വട്ടം കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം സ്കൂളിൽ പോയിട്ട് ചാപ്റ്റർ ഒന്ന് കേൾക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ എൻട്രൻസ് ലെവലിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ചാപ്റ്റർ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ തറോ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് സ്റ്റേറ്റ് ബോർഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് അത്ര പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ പ്രിപ്പറേഷൻ സമയത്ത് ഇഷയുടേതായ രീതിയിലുള്ള എന്തെങ്കിലും മെത്തേഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് കേട്ട് പഠിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. സോ റേസ് ഓൺലൈനിലെ ക്ലാസ്സസ് ഞാൻ നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ റേസ് ഓൺലൈനാണ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യൽ. പിന്നെ റേസിൻ്റെ മെറ്റീരിയൽസ് അടിപൊളിയാണ്. റേസിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതും കോൺസെപ്റ്റ് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ റെഫർ ചെയ്തതും ഒക്കെ. NCERT ലെവലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എൻട്രൻസിന് ആവശ്യമുള്ളതൊക്കെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് പുറത്തുള്ള ബുക്സ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. റേസിൻ്റെ മെറ്റീരിയൽ എന്നാണ് കാര്യമായിട്ട് യൂസ് ചെയ്തത്. അത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഇഷ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. കൂടെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിലും നല്ല മാർക്ക് സ്കോർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്കൊക്കെ പോട്ടെ, നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നീറ്റ്, ജെഇ, ബോർഡ് എക്സാംസ് എല്ലാം കൂടെ എങ്ങനെയാണ് ഇത്രയും അച്ചീവ്മെന്റ് നേടുക എന്ന് പറയുന്നത്? പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഇതിൻ്റെ പിന്നിലെ മെയിൻ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. സോ +1 +2 കൂടെ ഗോയിങ്ങിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നായിരുന്നു ഡ്രീം. അതുകൊണ്ട് റേസിൽ ജോയിൻ ചെയ്തു. പിന്നെ എൻട്രൻസ് ലെവലിൽ തന്നെ നല്ല ഡീപ്പായിട്ട് ക്ലാസ് കിട്ടുന്നതുകൊണ്ട് ബോർഡ് എക്സാം അത്ര പാടായിട്ട് തോന്നിയില്ല. പിന്നെ റേസിൽ നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ രണ്ടും നല്ല ക്ലാസ്സസാണ് കിട്ടിയിരുന്നത്. രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ എന്ന് പറ്റില്ല, രണ്ടും പഠിക്കേണ്ട വന്നു. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു റിസൾട്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് രണ്ടിൻ്റെ റിസൾട്ട് വന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഞാൻ കാണുന്നുണ്ട്. പിന്നെ റേസിൽ ജെയിൻ്റെ പറയുകയാണെങ്കിൽ ജനുവരി സെഷൻ്റെയും ഏപ്രിൽ സെഷൻ്റെയും തൊട്ട് മുമ്പെല്ല 10 ഡേ പ്രോഗ്രാം അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകൾ ഒക്കെ ഒരു റിവിഷൻ മൂഡിലൊക്കെ കിട്ടി. ഓൾമോസ്റ്റ് സിമിലർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് എക്സാമിനും. സോ അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ നീറ്റിനായിക്കോട്ടെ ലാസ്റ്റിൽ ഒരു മാസത്തോളം നടന്ന എയിംസ് ബാച്ചിൻ്റെ കൂടെയുള്ള ഫുൾ ടോപ്പിക് എക്സാംസ് നല്ല അടിപൊളിയായിരുന്നു. കുറേ തെറ്റിച്ചു തുടക്കത്തിലൊക്കെ എക്സാംസിന്, പിന്നെ റെഡിയായി വന്നു. അവസാനത്തോട്ടുള്ള എക്സാംസിലൊക്കെ മോക്ക് ടെസ്റ്റിനൊക്കെ നല്ല മാർക്ക് കിട്ടി. അത് നല്ല കോൺഫിഡൻസ് തന്നു. പിന്നെ റേസിലെ മെൻറ്റർമാരായിക്കോട്ടെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. നന്നായിട്ട് എല്ലാവരും സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും വെൽവിഷേഴ്സ് ആയിട്ട് തോന്നി. സോ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് എന്നെ ഇത്രയധികം വലിയ റിസൾട്ടിലേക്കൊക്കെ എത്തിച്ചത്. താങ്ക് യു ടു ദ ഹോൾ ടീം ഓഫ് റേസ് ആൻഡ് മൈ ഫാമിലി ആൻഡ് ടീച്ചേഴ്സ് ഫ്രം സ്കൂൾ. അപ്പോൾ നീറ്റിനും ഹൈ സ്കോർ ഉണ്ട്, ജെയ്ക്കും ഹൈ സ്കോറാണ്. അപ്പോൾ ഇതിലേത്? ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാനും ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്. എന്നാലും രണ്ടിൻ്റെയും അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്ന കോളേജ് ഏതാണോ കിട്ടുന്നത് ഞാൻ അത് ചൂസ് ചെയ്യും. എനിക്ക് രണ്ടിനോട് താല്പര്യമുണ്ട്. സോ രണ്ടിലും ഞാൻ ഓക്കെ ആണ്. നോക്കട്ടെ.
ആസ് എ നീറ്റ് സ്കോറർ, ജെഇ സ്കോറർ, ബോർഡ് എക്സാം, കുറേ ഉണ്ട്, ബോർഡ് എക്സാം സ്കോറർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും, എങ്ങനെയാണ് ഇതൊക്കെ കൂടെ ഒന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാ കുട്ടികളുടെയും പരാതി. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക, ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഇഷയ്ക്ക് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ആദ്യമായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിയർ ഗോൾ ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. പിന്നെ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ട് ആ ഒരു പ്രഷർ കാരണം പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം ഗോളിന് വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം വർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കൂല. സ്ട്രെസ് ആവണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. സോ കൂളായിട്ട് പഠിക്കുക. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുന്ന പോലെ പഠിപ്പും നമ്മളെ ലെസർ ആക്ടിവിറ്റീസ് നമ്മളൊരു ബാലൻസ് ഉണ്ടാക്കുക. നല്ലോണം പഠിക്കുകയും ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു റിലാക്സും ചെയ്യണം. ഫൺ ആക്ടിവിറ്റീസ്, ഹോബീസ് ആയിക്കോട്ടെ, എന്തും അതൊന്നും കൂടെ കൊണ്ടുവന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് പഠിപ്പിൽ യാതൊരു കോംപ്രമൈസും കാണിക്കാൻ പാടില്ല. അന്നന്ന് എടുക്കുന്നത് മാക്സിമം അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ബേർഡനായിട്ട് തോന്നില്ലല്ലോ. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റൈസിൻ്റെ മെറ്റീരിയൽസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ ഈ ജേർണിയിൽ എന്നെ റൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ജേർണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ടു ഓൾ നീറ്റ് ആൻഡ് ജെഇ ആസ്പിറൻറ്റ്സ്, വാട്ട് ഐ ഹാവ് ടു സേ ഈസ് വർക്ക് ഹാർഡ്, ഡു യുവർ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇഷയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. നീറ്റ് ആസ്പിറൻസ് ആണെങ്കിലും ജെഇ ആസ്പിറൻസ്, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കാണെങ്കിലും റേസ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇഷയിലൂടെ കണ്ടു. ഇഷ മാത്രമല്ല, ഓൾറെഡി ഒരുപാട് പേര് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നെയാണ്. ഇനിയും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ കൂടെ റേസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷയുടെ കൂടുതൽ വിശേഷങ്ങൾ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം അറിയാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.